ഇന്നലെ ബസ് എത്തിച്ച ഒരു പിടികിട്ടിയില്ല. എന്നാൽ ഇന്ന് പ്രോവിഡൻസ് പോയി ബഹളം ഉണ്ടാക്കിയത് ഈ കോളേജിലെ സ്റ്റുഡൻസ് ആണെന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു. ഞങ്ങൾ 10 മണിക്ക് ക്ലാസ് വിട്ടു. പിന്നെ പുറത്ത് എന്ത് നടന്നു എനിക്കറിയില്ല. എടാ, ഇതൊക്കെ അകത്ത് സൂക്ഷിച്ചു വെച്ചടാ, ചിലപ്പോ നാളെയും വേണ്ടി വരും. ഇല്ലടാ, സമരം ഇന്ന് തീരും. കലക്ടർ കോംപ്രമൈസിന് വിളിച്ചിട്ടുണ്ട്. എടാ കബീരെ, റേഡിയോയിൽ നമ്മുടെ സമരത്തെ പറ്റി വല്ലതും പറയുന്നുണ്ടോ? പോടാ, ഇത് വാക്മാൻ ആണ്. ഓ, നിന്റെ ഒരു ദുബായ് സാമാനം ഇങ്ങനാടാ. അയ്യോ, ഇത് ഒരാൾക്കേ കേൾക്കാൻ പറ്റുള്ളൂ. മുഴുവൻ അടച്ചു കൂട്ടി. പ്രോവിഡൻസ് കിട്ടോ? അവരാദ്യം ഒന്ന് ഉഴപ്പി. കന്യാസ്ത്രീകളല്ലേ? എന്നിട്ട് ഞങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞു, കേട്ടില്ല. പിന്നെ സംഭാഷണം കല്ലുകൊണ്ടായി. റോസാ ചെട്ടി 4 മെയിൻ ഹാളിന്റെ വിൻഡോ ഗ്ലാസ് പൊട്ടിച്ചെറിയപ്പോ കന്യാസ്ത്രീകൾ ലോങ് ബെൽ അടിച്ച് ക്ലാസ് വിട്ടു. അപ്പോ നമ്മുടെ സമരം 10% സക്സസ്. നിങ്ങൾ ഈ കോളേജിലെ സ്റ്റുഡൻസാ? എന്ത് വേണം? താൻ ഇവിടെ പഠിക്കുന്ന ആളാണ്? പഠിച്ചിരുന്നു. എന്താ പേര്? PP ശ്രീനിവാസൻ, കേരള പ്രോഗ്രസീവ് സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റാ ഞാൻ. ഓ, നിങ്ങൾ പ്രോവിഡൻസ് കോളേജിൽ പോയിരുന്നു? പ്രോവിഡൻസില്? എടാ, നിങ്ങൾ ഇറങ്ങും പ്രോവിഡൻസ് പോയിരുന്നോ? ഇല്ലല്ലോ സാറേ, അത് പെമ്പിള്ളേര് പഠിക്കുന്ന കോളേജാ. ഞങ്ങൾ എന്തിനാ അവിടെ പോണം? ചേടാ, ഞങ്ങൾ ആമ്പിള്ളേരാണ് സാറേ. അവന്റെ ഒരു ചോദ്യം കേട്ടില്ലേ? പുതിയ ASP അല്ലേ? IPSന്റെ ഗമയാ. ഇനി നമ്മുടെ പരിപാടി എന്താ? മൂൺ ഷോപ്സരയിൽ ആ പടം മഹാബോറ. ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പെമ്പിള്ളേരുടെ പ്രാക്ടീസ് ഉണ്ട്. യൂണിഫോമിലാണോ? അതേടാ. മേരിയെ കളിപ്പിച്ചില്ലേ? ഇല്ല. ശാരദ ടീച്ചറെ, ഒരു കാര്യം പറഞ്ഞേക്കാം. ഞങ്ങളുടെ മേരി ജോണിനെ കളിപ്പിച്ചില്ലെങ്കിലേ കളി നടക്കത്തില്ല. എന്തുവാണ് ഇവിടെ? മേരി ജോൺ ടീമിലില്ലെങ്കിൽ കളി വേണ്ട. അതിനവൾക്ക് പന്ത് കെട്ടാൻ അറിയില്ലല്ലോ. നിന്നോട് ചോദിച്ചില്ല. വഴക്ക് വേണ്ട. ടീച്ചറെ, നേരെ കൂടെ കളിപ്പിച്ചോളൂ. ശരി, നിങ്ങൾ കളിച്ചോളൂ. അവര് കളിക്കട്ടെ, പാടാ. അതിരിക്കട്ടെ, ഇന്റർ കോളേജിന് എന്താ നമ്മുടെ പരിപാടി? നമുക്ക് കളിയാൻ പോണം. അതല്ലടാ, നമുക്ക് പുതുതായി എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കണ്ടേ? തമ്മിൽ തല്ലാനല്ലാതെ നിങ്ങളെ കൊണ്ടൊരു പുല്ലിനും കൊള്ളുകയല്ലോ. നീ ആ സമ്മേളനത്തിന് പിരിവന്നില്ല. നാളെയോ മറ്റന്നാളോ തന്നേക്കാ സഖാവേ. ഞാനിത് എത്രാമത്തെ തവണയാണ് ചോദിക്കുന്നത് അറിയാമോ? ഇനി തെറ്റിച്ചാൽ നിന്നെ ഞാൻ പാടത്തിറക്കില്ല പറഞ്ഞേക്കാം. എടി, 2 രൂപയല്ലേ കൊടുത്തേര്. ഞാൻ കൊടുക്കത്തില്ല. അത് സമ്മേളനത്തിനൊന്നും അല്ല. അയാൾക്ക് ചാരായം കുടിക്കാനാ. ചുമ്മാതെയാണോ നാട്ടുകാർ പട്ടക്കുട്ടപ്പൻ വിളിക്കുന്നത്? ഒന്നും മെല്ലെ, അയാൾ പോട്ടെ. എന്തായത്? വളം. അത് മനസ്സിലായി. തന്നോട് ആരാ തലയിൽ കയറ്റാൻ പറഞ്ഞത്? ഇറക്കണോ താഴെ? മര്യാദയ്ക്ക് പറഞ്ഞ് അനുസരിക്കുന്നതാണ് നല്ലത്. ഇറക്കണോ താഴെ? ഇവിടെ ഇറക്കാൻ. ഇത് എന്തിനാ ഇറക്കുന്നത്? നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട, ഇങ്ങോട്ട് ഇറക്കി വെച്ചേക്ക്. ഇത് എന്തിനാണെന്നേ? ഇത് ഒരു ചുമട്ട് തൊഴിലാളി ചെയ്യേണ്ട ജോലിയാണ്. ഞാനൊരു തൊഴിലാളിയല്ലേ? അല്ല, താനൊരു ഭൂവുടമയാണ്, കാർഷിക മുതലാളി. ദൈവദോഷം പറയരുത്. ഈ 1.5 ഏക്കർ സ്ഥലത്ത് രാവും പകലും പണിയെടുത്താ ഞാൻ എന്റെ വീട് പുലർത്തുന്നത്. എന്നെ കയറി മുതലാളി ഒന്നും വിളിക്കരുത്. അല്ലെങ്കിൽ ഇവിടെയുണ്ടോ ചുമട്ട് തൊഴിലാളി? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വളം റോട്ടിലിട്ട് പോവാനോ? വയലിലെത്തിക്കണ്ടേ? നിങ്ങളൊന്നും പറയണ്ട. കുട്ടപ്പ ഇത്തവണ അങ്ങനെ ആയിക്കോട്ടെ. അടുത്ത തവണ ചുമട്ടുകാരെ കൊണ്ട് എടുപ്പിച്ചോളാം. എന്തായാലും ഇനി ഇത് ആവർത്തിക്കരുത്. ഇല്ല. നീ ഇതെവിടെ പോകുന്നു? ഇതൊന്ന് പിടിച്ചതാ. മോനതാ പോകുന്നു. അവൻ കോളേജിൽ നിന്ന് പഠിച്ച് ക്ഷീണിച്ചു വരിക. അവന് വല്ലതും കൊടുക്കട്ടെ.
അമ്മ എന്റെ നീല ഷർട്ട് ഇവിടെ ഞാൻ ഇന്നലെ ഇട്ടിരുന്നത്. അത് രാവിലെ ഇലക്കാൻ എടുത്തോണ്ട് പോയി. എടാ വല്ലതും കഴിച്ചോണ്ട് പോടാ. രാധ നിനക്കെന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ പോലും കിട്ടിയോ? കിട്ടി, ഇതാ കിടക്കുന്നു. ഇതല്ലെന്നേ, എന്റെ പോക്കറ്റിൽ 50 രൂപ ഉണ്ടായിരുന്നു. 50 രൂപയോ? ഞാൻ കണ്ടില്ല. സത്യം പറ, നീ കണ്ടില്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഇങ്ങതാ. തരില്ല. ഈ രൂപ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയാം. അമ്മായിയുടെ അടുത്ത് നിന്ന് ലാബറട്ടറി ഫീസ് എന്നും പറഞ്ഞല്ലേ വാങ്ങിയത്? ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ചോട്ടെ, നീ അതെങ്ങതാ. തരില്ല. ചരിത്രം പഠിക്കുന്ന ശശിക്ക് എന്തിനാ ലാബറട്ടറി ഫീസ്? എന്തിനെങ്കിലും ആവട്ടെ, നീ രൂപതാ. തരില്ല. വീട്ടിൽ നിന്ന് ഞാൻ കാശ് പറ്റിക്കരുത്. ഞാനിത് തിരിച്ചു കൊടുക്കാൻ പോവുക. തിരിച്ചു കൊടുക്കാം? അതെ, അമ്മായിയുടെ കൈ തന്നെ കൊടുക്കും. മര്യാദക്ക് നീ രൂപ വരുന്നു. തരില്ല. മര്യാദക്ക് അങ്ങോട്ട് കൈ തരാനാ വിട്, കൈ വിട്, ഞാൻ കാശ് തരില്ല. തരില്ല, നീ കൈ വിട്. അയ്യോ, കൈ ഇപ്പൊ തരില്ല, നീ തരില്ല. തരാനാ പറഞ്ഞത്. എന്താ മോളെ? നമ്മുടെ ചാൾസ് രാജകുമാരൻ വന്നിട്ടുണ്ട്. ശശിപോനോ? എന്താ പോലെ? ഒന്നുമില്ല. അമ്മായി തൃശ്ശൂർ പോയ കാര്യം എന്തായി? ഇത്തവണയും വെറുതെയായി. ഞാൻ അന്നേ പറഞ്ഞില്ലേ നമ്മുടെ MLA പോയി കാണാൻ. വേണു സാറിന് അമ്മായിക്ക് അറിയില്ലേ? പാർവതിയമ്മയുടെ മോനല്ലേ? ആ കുഞ്ഞിനെ ഞാൻ ചെറുപ്പത്തിലേ കണ്ടതാ. അവനിപ്പോ എന്നെ അറിയുമോ ആവും. എന്തിനാ അറിയുന്നത്? അദ്ദേഹം ജനപ്രതിനിധിയല്ലേ, കണ്ടു കാര്യം പറയണം. ഹലോ, അതെ ഉണ്ട് സാർ, വിളിക്കാം. സാർ ഫോൺ. ആരാടാ അത്? കളക്ടറാണ് സാർ. ആ വിളിക്കാതെ പറ. ഇച്ചിരി അത്യാവശ്യമാണെന്ന് പറയാം സാർ. ആ വരുന്നു. ഹലോ, അതെ, മന്ത്രി വരുന്ന കാര്യം അദ്ദേഹം തന്നെ എന്നെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുതിയ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിച്ചല്ലേ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്? അതിനെന്താ? ഞാൻ IAS പാസ്സായില്ലെങ്കിലും ഇവിടുത്തെ MLA ആണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് എനിക്കറിയാം. ഫാക്ടറിയിലെ വെള്ളം പുഴയിലേക്ക് ഒഴുക്കുന്നതിനെതിരെ സമരം സംഘടിപ്പിച്ചതാണ് ഞാൻ. മന്ത്രിക്കതറിയാം. അതിനിടയ്ക്ക് നിങ്ങൾ വേണ്ട മാപ്പൊന്നും പറയണ്ട. ആ ശരി. അമ്മ അന്വേഷിച്ചു. എന്റെ ദാക്ഷായണി, വേണുവിനെ എനിക്ക് കാണാൻ പോലും കിട്ടാറില്ല. എപ്പോഴും യാത്രയാ. വല്ലപ്പോഴും വന്നു കയറിയാലോ കാണാൻ വരുന്നവരുടെ ബഹളം. സമയത്തിന് ഊണില്ല, ഉറക്കമില്ല. ഇതൊക്കെ കാണുമ്പം നിന്റെ ഭർത്താവിനെ ഞാൻ ഓർക്കും. രാപകൽ നാട് നന്നാക്കാൻ നടന്ന ആളായിരുന്നില്ലേ കുമാരൻ? എന്നിട്ട് എന്ത് നേടി? അവനിപ്പൊ കുളി കഴിഞ്ഞു കാണും. വാ. മതിയടാ. മോൻ ഇവളെ മനസ്സിലായോ? മരിച്ചുപോയ കുമാരന്റെ ഭാര്യ ദാക്ഷായണി. നീ അതിങ്ങോട്ട് കൊടുക്ക്. മൂന്നാല് കൊല്ലമായി ഇവൾ ഈ പെൻഷന് വേണ്ടി നടക്കുന്നു. നീ അതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കണം. മോർണിംഗ് മിസ്റ്റർ രമേശ്. സർ, ഞാൻ വിളിച്ചു പറയാം. അപ്പോ ഞാൻ ശരി, വെക്കുള്ളൂ. മുതലാളി കാലത്ത് വിളിച്ചിരുന്നില്ലേ? വിളിച്ചിരുന്നു. പക്ഷെ ഞാനിപ്പോൾ നിങ്ങളുടെ ഫാക്ടറിയിലേക്ക് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. സാർ അവിടം വരെ ഒന്ന് വന്നേ പറ്റൂ, പ്ലീസ്. ശരി. ഡോക്ടറുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിനിസ്റ്റർ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? കുറച്ച് സിമന്റ് കളക്ടറേറ്റിൽ പോയി അന്വേഷിക്കണം. MLA അങ്ങോട്ട് പോയി. ആർക്ക് പറയാൻ പറ്റും? ചിലപ്പോൾ തിരുവനന്തപുരത്തേക്കാകാം, അവിടുന്ന് ഡൽഹിക്ക് പറക്കാം. അവന്റെ ഒരു പോക്ക് കണ്ടോ? ഈർക്കിലി പാർട്ടിയുടെ നേതാവാ. ഞങ്ങൾ ആ സീറ്റ് കൊടുത്തവൻ MLA ആക്കിയത്. ഇപ്പൊ ഞാൻ സിമന്റ് ചോദിച്ചപ്പോ കലക്ടർ ഓഫീസിൽ നിന്ന് ചോദിക്കാൻ. ആയിരക്കണക്കിന് ഞങ്ങൾക്ക് സിമന്റ് ഓപ്പൺ മാർക്കറ്റിൽ ഞാൻ മേടിച്ചു തരാം. വണ്ടി കയറി. നിങ്ങൾ ഈ ഫാക്ടറിയിൽ നിന്നും പുറത്തേക്ക് കൊടുക്കുന്ന വെള്ളം ശുദ്ധമാണെങ്കിൽ പുഴയിലെ മത്സ്യങ്ങൾ എങ്ങനെ ചാവുന്നു? ഈ പ്രദേശത്തെ കൃഷികൾ എങ്ങനെ നശിക്കുന്നു? കൂട്ടത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ ആരോഗ്യമാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്.
അതിന് കൂട്ടു നിൽക്കാൻ ഈ തുക കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങിക്കാമെന്ന് കരുതിയോ? മിസ്റ്റർ വേണു, നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. കോടതി വിധി വളച്ചൊടിച്ച് മല്ലജലം പുഴയിലേക്ക് ഒഴുക്കിയാൽ ഞങ്ങൾ ഇത് സമ്മതിക്കില്ല. ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധിയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഈ കാശ് കൊണ്ടൊന്നും എന്റെ കണ്ണ് കെട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല. അവന്റെ കണ്ണ് തുറക്കട്ടെ, അത്രയും കൂടി കൊടുത്തേക്കൂ. യെസ് സർ. സാർ ഇത് വാങ്ങിക്കൂ. എന്താ ഇത്? സാർ അവനൊന്നും പറയരുത്, ഞങ്ങളെ രക്ഷിക്കണം പ്ലീസ്. ഇല്ലെങ്കിൽ ഈ ഫാക്ടറി അടച്ചു പൂട്ടേണ്ടി വരും. ശരി. ഇവിടെ ജോലി ചെയ്യുന്ന 4000-ഓളം തൊഴിലാളികളെ പട്ടിണിക്കിടേണ്ടെന്ന് കരുതി മാത്രം ഞാനിത് വാങ്ങിക്കുന്നു. കടലാസല്ല സർക്കാരേ, നാടിന് വേണ്ടത് ശുദ്ധജലം. കടലാസല്ല സർക്കാരേ, നാടിന് വേണ്ടത് ശുദ്ധജലം. മലിനീകരണത്തിന്റെ കാര്യത്തിൽ ഒരു വ്യവസായശാല അടച്ചു പൂട്ടുമ്പോഴുണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ കണക്കിലെടുക്കണ്ടേ? എന്റെ അന്വേഷണത്തിൽ മറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉണ്ടാകാവുന്നതിൽ കവിഞ്ഞ പൊല്യൂഷൻ ഒന്നും ഇവിടെയില്ല. ഉള്ളത് പെരുപ്പിച്ച് കാണിക്കുന്നത് നിങ്ങളെപ്പോലുള്ള പത്രക്കാരാ. എന്റെ പത്രം ഗവൺമെന്റിനെ വിമർശിച്ചിട്ടില്ല. സാറ് ഇന്നത്തെ എന്റെ മുഖപ്രസംഗം വായിച്ചില്ലേ? ഇല്ലെങ്കിലൊന്ന് വായിക്കും. ഫോട്ടോ ഒന്നും എടുക്കണ്ട. അപ്പോ ഒരു ചോദ്യം കൂടെ. എന്താണ്? അങ്ങയുടെ മകളുടെ കല്യാണം ഗുരുവായൂർ വെച്ചോ അതോ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ചോ? അതെന്റെ കുടുംബകാര്യമാണ്, നിങ്ങൾ അന്വേഷിക്കണ്ട. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി. അയാളോട് അത്രയ്ക്ക് ചൂടാവേണ്ടിയിരുന്നില്ല. വേണം. കഴിഞ്ഞ അബ്കാരി ലേലത്തിൽ ഞാൻ കൈക്കൂലി വാങ്ങിയ നിവനല്ലേ എഴുതിയത്? എന്റെ മോടെ കല്യാണത്തിനും വരണ്ട. കല്യാണക്കാര്യം പറഞ്ഞപ്പോഴൊരു കാര്യം ഞാൻ ഓർത്തത്, ആ ഡോക്ടർ വാർഡിന്റെ സ്ഥലമാറ്റം ഇതുവരെ റദ്ദ് ചെയ്തില്ലല്ലോ. അവന് അല്പം വിഷം കൊണ്ട് വേണു. 10-18 വർഷമായി അയാൾ വിട്ടിരിക്കുന്നു. ഹെൽത്ത് ഡയറക്ടറോട് ആലോചിച്ചപ്പോ... നിങ്ങൾ എന്തിനും ഡയറക്ടറോട് ആലോചിക്കണം? മറ്റു മന്ത്രിമാർ ചെയ്യുന്നത് കാണുന്നില്ലേ? സാറൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ പാർട്ടി കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കൊച്ചു പാർട്ടിയാണ്. അഖിലേന്ത്യാ തലത്തിൽ പണം പിരിക്കാനും നമ്മളെ കൊണ്ടാവില്ല. വേണ്ടത് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കണം. അതിന് നമ്മുടെ കയ്യിലുള്ള വകുപ്പുകളോ നക്കാപ്പിച്ച എക്സൈസും ആരോഗ്യവും. മന്ത്രി കസേര ഒന്നും ഉണ്ടാവില്ല. ഉള്ള സമയം കൊണ്ട് 4 കാശുണ്ടാക്കിയില്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരുമ്പോ ചിലപ്പോ കുത്തുവാള എടുക്കേണ്ടി വരും. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ആ മകളുടെ കല്യാണക്കാരത്തിന് ആ ഡോക്ടറെയാണ് മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. കുറഞ്ഞത് 100 പവനെങ്കിലും പിരിച്ചു തരാമെന്ന് അങ്ങനെ വാക്ക് തന്നതാണ്. ഈ സമയത്ത് ഡോക്ടർ വാര്യ സ്ഥലം മാറ്റാൻ പറ്റില്ല. പ്രകടനക്കാരെ ശബ്ദം കൂട്ടിയല്ലോ. അതാ പത്രക്കാരെ കേൾപ്പിക്കാനാ. വേറെ കുഴപ്പമൊന്നും? ഏയ്, പ്രകടനം നടത്തുന്ന എന്റെ ആൾക്കാരാ. ഞാൻ പോയി പറഞ്ഞു വിട്ടേക്കാം. തിരുവനന്തപുരത്ത് നിന്നും എന്നിങ്ങോട്ട് മാറ്റമായി ഒരാഴ്ചയായി സർ. ഇന്നലെ തൃശ്ശൂരിലായിരുന്നു ക്യാമ്പ്. രാമനിലയത്തിൽ എയർ കണ്ടീഷൻ വർക്ക് ചെയ്യാഞ്ഞതുകൊണ്ട് തീരെ ഉറങ്ങാൻ സാധിച്ചില്ല. ഞാൻ അല്പം വിശ്രമിക്കട്ടെ. നിങ്ങൾ എങ്ങനെ അതിനകത്ത് വന്നു? നടന്നു വന്നു. എന്ത് വേണം? മന്ത്രി ഒന്ന് കാണാൻ. ഇപ്പൊ കാണാൻ പറ്റില്ല, ദേ ഉറങ്ങിയാണ്. ഉണരുമല്ലോ. മിനിസ്റ്ററെ കാണാൻ അപ്പോയിന്റ്മെന്റ് വാങ്ങിയിട്ടുണ്ടോ? മന്ത്രിയെ കാണാൻ അനുവാദം വാങ്ങിയിട്ടുണ്ടോ എന്ന്? ആരോട്? എഴുന്നേൽക്കണം. സന്ദർശകർക്ക് ഇരിക്കാനുള്ളതല്ലേ ഇതൊക്കെ? എഴുന്നേൽക്കണം. ഇല്ലെങ്കിൽ അടിച്ചു നിന്റെ എല്ലൊടിക്കും. മിസ്റ്റർ ജോഷി ജോൺ, ഈ ശരീരത്തിലെ എല്ലുകൾ താൻ പലപ്പോഴായി തല്ലിയൊടിച്ചതല്ലേ? 48-ലെ വിപ്ലവ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത എന്നെ പുൽപ്പള്ളിക്കാട്ടിൽ വെച്ച് ഇരുട്ടിനെ പോലും ലജിപ്പിക്കത്തക്ക വിധം താൻ തല്ലി ചതച്ചില്ലേ? അന്ന് താനൊരു കോൺസ്റ്റബിൾ ആയിരുന്നു. 54-ലെ മിച്ചഭൂമി സമരം നയിച്ചതിന് കക്കയിൽ ലോക്കപ്പിൽ വെച്ച് എന്നെ തേജോവധം ചെയ്തില്ലേ? അന്ന് താനൊരു സബ് ഇൻസ്പെക്ടറായിരുന്നു.
അധികാരമോഹികളുടെ കൂറയ്ക്ക് കൂട്ടുനിന്ന് താൻ പിന്നീട് നേടിയെടുത്തതല്ലേ ചുമലിൽ കാണുന്ന ഈ പുതിയ ചിഹ്നങ്ങൾ? സഖാവ് കൃഷ്ണപിള്ള ശത്രുവാണെങ്കിലും താൻ ഇന്നും എന്റെ പേരോർക്കുന്നു. മിത്രങ്ങളിൽ പലരും അത് മറന്നു. സാർ, അദ്ദേഹം മിസ്റ്റർ കൃഷ്ണപിള്ള. സഖാവ് കൃഷ്ണപിള്ള എന്നായിരുന്നു നിങ്ങൾ എന്നെ മുമ്പ് വിളിച്ചിരുന്നത്. യെസ്, സഖാവ്. വരൂ. ഇരിക്കൂ. നിൽക്കുകയായിരുന്നു ഇതുവരെ, മന്ത്രിയെയും കാത്ത് ആ ഫാക്ടറി പഠിക്കൽ. അന്വേഷണത്തിന് വന്ന നിങ്ങൾ പരാതിക്കാരെ കാണാതെ ഫാക്ടറി മുതലാളിയുടെ സൽക്കാരവും സ്വീകരിച്ച് പിൻവാതിൽ കടന്ന് ഒളിച്ചോടി പോന്നു, ഇല്ലേ? ഒളിച്ചോടേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അവരെ കണ്ടില്ല? വിഷബാധയേറ്റ് ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ കാണാതെ മുതലാളിയുടെ എയർ കണ്ടീഷൻ മുറിയിലിരുന്നാണോ നിങ്ങളുടെ അന്വേഷണം? ഇതിനാണോ തിരുവനന്തപുരത്ത് യാത്രപ്പടിയും പറ്റി സ്റ്റേറ്റ് കാറിൽ കുഴിയും പറത്തിച്ച് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ക്ഷോഭിക്കരുത്. മന്ത്രിയാണെങ്കിലും സ്വന്തം തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. ഞങ്ങളുടേത് ഒരു കൊച്ചു പാർട്ടിയാണ്. നാണമില്ലല്ലോടോ ഗോവിന്ദ, നിനക്കിത് എന്നോട് പറയാൻ. അല്ലിന്റെ നിയന്ത്രണത്തിൽ അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ താൻ ചെയ്തിരുന്ന പഴയ തൊഴിലായിരുന്നില്ലേ ഇതിലും ഭേദം?